അപ്പോൾ ഇനി നമുക്ക് പഠിക്കാം തേർഡ് മോഡ്യൂളിലെ ലാസ്റ്റ് പോർഷനാണ് മോസ്ഫെറ്റ്. നമ്മൾ FET പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് FET തന്നെ പി ചാനലും ഉണ്ട്, എൻ ചാനലും ഉണ്ട്. അതുപോലെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? ഇനി മോസ്ഫെറ്റ് ഉണ്ട്. മോസ്ഫെറ്റിൽ തന്നെ നമുക്ക് രണ്ട് തരം മോസ്ഫെറ്റ് ആണുള്ളത്. ഒന്ന് എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റും മറ്റേ ഡിപ്ലീഷൻ മോസ്ഫെറ്റും. മനസ്സിലായില്ലേ? രണ്ട് തരം മോസ്ഫെറ്റാണ്. വളരെ സിമ്പിളാണ്. ഒരു 15 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് പഠിച്ചു കഴിയാൻ പറ്റുന്ന പോർഷനാണ്. മോസ്ഫെറ്റ് രണ്ടെണ്ണം ഉണ്ട്, എൻഹാൻസ്മെൻറ്റും ഉണ്ട്, ഡിപ്ലീഷൻ മോസ്ഫെറ്റും ഉണ്ട്. എങ്ങനെയാണ് ഈ പേര് വന്നറിയോ? ഇതിലെ ചാനൽ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വെച്ചിട്ടാണ് ഈ മോസ്ഫെറ്റിന് എൻഹാൻസ്മെൻറ്റും ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. എൻഹാൻസ്മെൻറ്റ് പേരിൽ നിന്ന് തന്നെ അറിയാം. എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റിൽ ചാനൽ എൻഹാൻസ് ചെയ്ത് വരുന്നതാണ്. അല്ലാതെ ആദ്യമേ തന്നെ ഈ ചാനൽ ഇല്ല. നമ്മുടെ ഈ മോസ്ഫെറ്റിനകത്ത് ഈ ചാനൽ ഉണ്ടായി വരുന്നതാണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത്. ഡിപ്ലീഷൻ മോസ്ഫെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡിപ്ലീഷൻ മോസ്ഫെറ്റ് എന്ന് വെച്ചാൽ ഓൾറെഡി ചാനലൊക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു ചാനലൊക്കെ അതിനകത്ത് ഓൾറെഡി ഉണ്ടായിട്ടുള്ള രീതിയിലാണ് നമ്മൾ അതിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിപ്ലീഷൻ നമുക്ക് അതിനകത്ത് അത്യാവശ്യം പഠിക്കേണ്ട എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് മാത്രമേ ഉള്ളൂ. കാരണം ഡിപ്ലീഷൻ മോസ്ഫെറ്റ് ഈസ് സെയിമസ് എന്താണ് പറയുന്നത്? എൻ ചാനൽ ജെഫെറ്റ്. മനസ്സിലായില്ലേ? എൻ ചാനൽ FET നമ്മൾ പഠിച്ചല്ലോ. എൻ ചാനൽ FETയുടെ വർക്കിംഗ് എന്താണോ കൺസ്ട്രക്ഷനും പടവും വരയ്ക്കുമ്പോൾ തന്നെ ഡിപ്ലീഷൻ മോസ്ഫെറ്റ് ഒന്ന് വരയ്ക്കുന്നേ ഉള്ളൂ. പക്ഷേ എന്നിട്ട് നിങ്ങൾ എൻ ചാനലിൻ്റെ വർക്കിംഗ് അതേപടി എഴുതി വെച്ചാൽ മതി. നമുക്ക് എന്താണ് പറയുന്നത്? ഫുൾ മാർക്ക് കിട്ടും. കാരണം സെയിം ആണ്, അത് പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പം നമുക്ക് ഇതിനകത്ത് മോസ്ഫെറ്റിൻ്റെ സിമ്പിൾ എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ, മോസ്ഫെറ്റ് ഈ പറഞ്ഞിട്ട് ഒരു 3 ടെർമിനലാണ്. BJT നമ്മൾ എന്ത് പഠിച്ചു? എമിറ്റർ ബേസ് കളക്ടർ. FETയിൽ എന്ത് പഠിച്ച്? ഗേറ്റ്, ഡ്രെയിന്, സോഴ്സ് പഠിച്ച്. മനസ്സിലായില്ലേ? അതേ 3 ടെർമിനൽ FETയിലെ സെയിം ടെർമിനൽ തന്നെയാണ് മോസ്ഫെറ്റിനും ഉള്ളത്. നമ്മളത് വരയ്ക്കുവാണ്. പക്ഷേ FET മോസ്ഫെറ്റും വരയ്ക്കുന്നതിലൊരു പ്രത്യേകതയാണ്, ഇങ്ങനെ 3 വരയിടണം. എൻ്റെ മേളിലോട്ട് ടെർമിനൽ, താഴോട്ട് ടെർമിനൽ. ഇതാണ് നമ്മുടെ ഗേറ്റ്, ഇതാണ് നമ്മുടെ സോഴ്സ്, ഇതാണ് നമ്മുടെ ഡ്രെയിന്. മനസ്സിലായില്ലേ? ഇനി ഒരു കാര്യത്തോണം, ഇതാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്, അല്ലെ ബേസ് എന്നൊക്കെ പറയാം. ഇത് സാധനം ഈ നമ്മുടെ സോഴ്സും ഈ ബോഡിയും തമ്മിൽ എന്താണ്? ഇന്റേണലി കണക്റ്റഡ് ആണ്. ഇതാണ് ശരിക്കും നമ്മുടെ സിമ്പിൾ എന്ന് പറയുന്നത്. സംടൈംസ് നമുക്കിങ്ങനെ വെളിയിലോട്ട് കാണാം. അതുപോലെ തന്നെ വേറെ ചിലത് ഇങ്ങനെ എപ്പോഴും വരയ്ക്കാൻ നേരം തോന്നുന്നു, ഒരു വര വരച്ചിട്ട് ഇങ്ങനെ 3 വര ഇട്ടാൽ മതി. ഇവിടെ ഗേറ്റ് ആണ്, അടിയിലത്തെ എന്താണ്? സോഴ്സാണ്, മേളത്തെ എന്താണ്? ഡ്രെയിനാണ്. ചിലത് തന്നെ ഇങ്ങനെ അകത്തോട്ട് വരയ്ക്കും, ഇന്റേണലി കണക്റ്റ് ആയിട്ട്. അപ്പം നമ്മൾ പഠിച്ചിരുന്നു NPN ട്രാൻസിസ്റ്ററും ഉണ്ട്, PNP ട്രാൻസിസ്റ്റർ ഉണ്ട്. നമ്മൾ എമിറ്റർ ഇങ്ങനെ അകത്തോട്ട് വരച്ചാൽ PNP പെനട്രേറ്റിംഗ് ഓർക്കാൻ പറഞ്ഞു. മറ്റേ FETയിലും മോസ്ഫെറ്റിലും എന്താ? നേരെ തിരിച്ചെന്നാലോചിച്ചാൽ മതി. നോർമലി പെനട്രേറ്റ് ചെയ്യുന്നതിന് നമ്മൾ PNP P ആണ്, പക്ഷേ FETയിലും മോസ്ഫെറ്റിലും തിരിച്ചാണ്. ഇത് N ചാനൽ മോസ്ഫെറ്റ് ആണ്, ഇത് P ചാനൽ മോസ്ഫെറ്റ് ആണ്. ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പം നമുക്കിനി എന്ത് പഠിക്കാം? എൻഹാൻസ്മെന്റ്. എല്ലാവരും ചോദിക്കോ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് എന്താണെന്ന് പഠിക്കാം. ഓക്കെ, എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു P സബ്സ്ട്രേറ്റ് എടുക്കണം. നമ്മളൊരു P സബ്സ്ട്രേറ്റ് എടുത്തിട്ട് അതിൽ 2 N വെൽ ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? 2 N വെൽ. മനസ്സിലായില്ലേ? N വെൽ മനസ്സിലായില്ലേ? അതായത് ഒരു P സബ്സ്ട്രേറ്റ് എടുത്താൽ അതിനകത്തൊരു 2 Nന്റെ വെല്ലുണ്ടാക്കി കഴിഞ്ഞാൽ എന്തായി? എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റിന്റെ കൺസ്ട്രക്ഷന്റെ കാര്യം കഴിഞ്ഞു. ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ശരിക്കും എന്താണുള്ളത്? ഒരു N ചാനലാണല്ലോ ഉള്ളത്. അപ്പോൾ ഇനി ഓർത്തോണം, നമ്മൾ ടെർമിനൽ പറയുകയാണെങ്കിൽ നടുക്കാണ് ഗേറ്റ്, ഇതാണ് സോഴ്സ്, ഇതാണ് ഡ്രെയിൻ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം പറഞ്ഞാൽ ഈ ടെർമിനൽ കണക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സിലിക്കൺ ഡയോക്സൈഡ് വെച്ചിട്ടാണ്. മനസ്സിലായില്ലേ? സിലിക്കൺ ഡയോക്സൈഡ് ആണ് വെച്ചിട്ടാണ് നമ്മൾ ഈ ടെർമിനൽ എടുക്കുന്നത്. വേണേൽ അതും കൺസ്ട്രക്ഷനിൽ എഴുതാം. അപ്പം നമുക്ക് സോഴ്സായി, ഗേറ്റായി, ഡ്രെയിനായി. ഇനി ഒരു കാര്യം ഓർത്തോണം, ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താണുള്ളത്? ഇവിടെ ഒരു P ഉണ്ട്, N ഉണ്ട്. ഒരു PN ജംഗ്ഷൻ ഇങ്ങനെ ചുമ്മാ വരച്ചാൽ മതിയോ? കുറേ നാളായിട്ട് നമ്മൾ ഓർക്കുന്നു ഒരു PN കൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നടുക്ക് ആരുണ്ടാവും? ഡിപ്ലീഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് വരയ്ക്കണം? അതിൻ്റെ ഡിപ്ലീഷൻ ലെയർ കൂടി വരച്ചേക്കണം. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി ഇതിൻ്റെ വർക്കിംഗ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. വേണേൽ എഴുതാം, ഇതാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്ന സാധനം. വേണേൽ ഈ സോഴ്സിനെ ഇങ്ങനെ ഇന്റേണലി കണക്റ്റഡ് ആണെന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ അല്ലേ? കൺസ്ട്രക്ഷൻ വൈസ് കഴിഞ്ഞ് ഇനി ശരിക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്, എൻഹാൻസ്മെൻറ്റ് ചാനൽ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു കാര്യമുണ്ട്. നമ്മുടെ P സബ്സ്ട്രേറ്റ് എടുത്തു, 2 N വെല്ല് കണക്ട് ചെയ്തു. ഡിപ്ലീഷൻ ലെയർ ഉണ്ട്, നമുക്കറിയാം.
ഇനി നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുവാണ്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഗേറ്റ് എന്ന് പറയുന്നത്. ഈ ഗേറ്റിനെ പിടിച്ചിട്ട് ഇങ്ങനൊരു കണക്ട് ചെയ്യുവാണ്. അതായത് VGS എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് കൊടുക്കുകയാണ്. ഈ VGS കൊടുക്കുമ്പോഴത്തേനൊന്ന് നോക്കിക്കേ, നമ്മുടെ നെഗറ്റീവ് ടെർമിനൽ കൊടുത്തേക്കുന്ന പിയിലാണ്. മനസ്സിലായില്ലേ? നെഗറ്റീവ് ടെർമിനൽ കൊടുത്തേക്കുന്ന പിയിലാണ്. അതുപോലെ തന്നെ ഈ പോസിറ്റീവ് ടെർമിനൽ എന്താ കൊടുത്തേക്കുന്നത്? ഇവിടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ പി ടൈപ്പ് മെറ്റീരിയലിലുള്ള ഇവിടെ വരുന്നത് ഇവിടെ വരുന്നത് പോസിറ്റീവാണ്. ഡൗട്ട് ഒന്നുമില്ല, കണ്ടില്ല? പോസിറ്റീവ് അല്ല കണക്ട് ചെയ്തേക്കുന്നത്, ഇവിടെ പോസിറ്റീവാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് പി ടൈപ്പിലെ ഇലക്ട്രോൺസ് എല്ലാം മേളിലോട്ട് പോവും, ഹോൾസ് എല്ലാം താഴോട്ട് വരും. കാരണം മനസ്സിലായില്ലേ, ഇവിടെ നെഗറ്റീവാണ്, ഇവിടെ നെഗറ്റീവ് സൈഡ്, ഇവിടെ പോസിറ്റീവ് സൈഡുമാണ്. അതുകൊണ്ട് ഇവിടുത്തെ എന്താണ്, ഇലക്ട്രോൺസ് നെഗറ്റീവ് സൈഡല്ല ഇങ്ങോട്ട് വരും, ഇവിടെ എന്ത് വരും, പോസിറ്റീവ് അല്ല ഇങ്ങോട്ട് വരും. ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പം നിങ്ങളൊരു കാര്യം നോക്കിക്കേ, ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുന്നത്? എല്ലാ നെഗറ്റീവോടും ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഇവിടെ എന്നാണ്, ഇവിടെ നെഗറ്റീവാണ്, ഇവിടെ എന്നാണ്, ഇവിടെ നെഗറ്റീവാണ്. അപ്പം നോക്കി, ഈ ത്രൂ ഔട്ട് ഇവിടെ നെഗറ്റീവ് ആകുമ്പോഴത്തേന് എന്ത് പറ്റുമെന്ന് അറിയാവോ? ഇവിടെ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എല്ലാ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനൊരു ചാനൽ ഉണ്ടായി വരും. മനസ്സിലായില്ലേ? ഇത് പി സബ്സ്ട്രേറ്റ്, ഇതെന്താണ്, ചാനൽ ബിറ്റ്വീൻ, ഇത് നമ്മുടെ സോഴ്സാണ്, ഇത് നമ്മുടെ ഡ്രെയിനാണ്. അപ്പോൾ സോഴ്സിൻ്റെയും ഡ്രെയിനിൻ്റെ ഇടയ്ക്ക് എന്തായി, കണ്ടില്ലേ? സോഴ്സിൻ്റെ ഡ്രെയിനിൻ്റെ ഇടയ്ക്ക് ചാനൽ ഉണ്ടായതുകൊണ്ടോ? ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരിക്ക് കൺസ്ട്രക്ഷൻ അല്ല അതിൻ്റെ വർക്കിങ്. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താണ്, നമ്മൾ ശരിക്കും ഈ പറയുന്ന എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് ഉണ്ടാക്കിയപ്പോഴത്തേന് വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ, അത് ചാനൽ ഇല്ലായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, അതിനെ VGSലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ പറയുന്ന പി സബ്സ്ട്രേറ്റിൻ്റെ ഈ സൈഡ് പോസിറ്റീവ്, ഈ സൈഡ് നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് എല്ലാം കൂടെ എങ്ങോട്ട് പോയി, ഇങ്ങോട്ട് വന്ന്. നെഗറ്റീവ് എല്ലാം മേളിലെത്തിയപ്പോൾ ഇവിടെ എന്നിന് എന്താ, നെഗറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്, എല്ലാം നെഗറ്റീവ് ആയപ്പോൾ എന്തായി, നമുക്കിവിടെ ഇങ്ങനൊരു ചാനൽ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഡ്രെയിൻ, ചാനൽ ഫോംഡ്. മനസ്സിലായില്ല? ചാനൽ ഫോംഡ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഡ്രെയിൻ എന്ന് എഴുതണം. അല്ലെങ്കിൽ ഈ ചാനൽ എന്ത് ചെയ്തു എന്ന് പറയും, എൻഹാൻസ് ചെയ്തു എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ശരിക്കും ഇത്രയേ ഉള്ളൂ വർക്കിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ശരിക്കും വർക്കിംഗ് എന്നല്ല, എൻ ചാനൽ മോസ്ഫെറ്റിൻ്റെ കൺസ്ട്രക്ഷനാണ് വർക്കിംഗ് എന്ന് ഞാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ എങ്ങനെയാണ് എൻഹാൻസ്മെൻറ്റ് ചാനൽ ഉണ്ടാകുന്നതെന്നാണ്. ഇനി നമുക്ക് എന്ത് പഠിക്കാം, വർക്കിംഗ് പഠിക്കാം. വർക്കിങ്ങിൽ ചെറിയ കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. നമ്മൾ എന്താണ് പറയുന്നത്, ഒരു പി സബ്സ്ട്രേറ്റ് എടുത്ത് ഇനി എന്താ, ഒരു എൻ ചാനൽ വരയ്ക്കുമ്പോൾ ഓർത്തോണം, അവിടെ ഒരു ചാനൽ ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ എന്താണ്, 3 സാധനങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സോഴ്സ് ഉണ്ട്, ഗേറ്റ് ഉണ്ട്, ഡ്രെയിൻ ഉണ്ട്. ഡൗട്ടൊന്നുമില്ലല്ലോ. ഞാൻ ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു വോൾട്ടേജ് കണക്ട് ചെയ്യാണ്, VGS എന്ന് പറയുന്നൊരു സാധനം. അതുപോലെ തന്നെ ഈ പറഞ്ഞ സോഴ്സിനും ഡ്രെയിനിനും ഇടയ്ക്കുണ്ട് VDS എന്ന് പറയുന്ന സാധനം. അതുപോലെ തന്നെ GDക്കിടയിൽ ഒന്ന് വരയ്ക്കാമല്ലോ, VGD. കണ്ടോ, ഇവിടെ പോസിറ്റീവ് ആകുമ്പോൾ ഇവിടെ VGD. നോക്കിയേ, 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് VGS, VDS, VGD. ഈ 3 പേര് വെച്ച് ഓർത്തിരുന്നോണം. ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു, നോമൻക്ലേച്ചർ VGS എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എഴുതാൻ കാരണം, VGS എന്ന് എഴുതാൻ കാരണം ജിയിലെ പൊട്ടൻഷ്യലാണ് കൂടുതൽ, അതുകൊണ്ടാണ് VGS എന്ന് എഴുതുന്നത്. ഇനി VSG എന്ന് എഴുതിയിരുന്നാൽ എന്താണ്, എസിൻ്റെ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കണം. ഈ പേര് നിങ്ങളൊന്ന് കാണാതെ പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം VGS നമ്മൾ ഓൾറെഡി പഠിച്ചാണ്, FET VDSും പഠിച്ചാണ്. ഇവിടെ ഒരു പുതിയ സാധനം പഠിക്കുന്നുള്ളൂ, VGD എന്ന് പറയുന്നത്. ഇനി ഈ സൈഡ് നമ്മൾ VGD മറക്കുകയല്ല, VGDയിലാണ് ചെറിയ പിഞ്ച് ഓഫ് എന്നൊക്കെ പറയുന്ന പരിപാടി നടക്കാൻ പോകുന്നത്. അപ്പോൾ GD എന്ന് പറയുന്ന VGD എന്ന് പറയുന്ന വോൾട്ടേജ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് മറക്കുകയല്ല, ഇത് ഓർത്ത് വെച്ചോണം. ഈ VGS, VDS, VGD ഇത് ഓർത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ പറയുന്ന വോൾട്ടേജ് നമുക്ക് വരയ്ക്കാനും എളുപ്പമായിരിക്കും. കാരണം എന്താണ്, ഇവിടെ നോക്കിക്കേ, VGS എന്ന് വെച്ചാൽ G ആയിരിക്കണം കൂടുതൽ. അപ്പോൾ എന്താണ്, ജീനെ പിടിച്ചിട്ട് പോസിറ്റീവിലേക്ക് വിട്ടു, സോഴ്സ് ആണ് നെഗറ്റീവ്. അടുത്ത ഇത് വോൾട്ടേജ് എന്താ, VDS, ദാറ്റ് മീൻസ് D ആയിരിക്കണം കൂടുതൽ. അപ്പോൾ എന്താണ്, D ആണ് നമ്മൾ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇനി എന്താണ്, ഇനി അടുത്തെന്താ, VGD, G ആണ് പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇനി അങ്ങനെയാണ് ഇവിടെ ഞാനുണ്ടല്ലോ ഒരു KVL അപ്ലൈ ചെയ്യുവാണ്. മനസ്സിലായില്ലേ? ആ ലൂപ്പിൽ ഒരു KVL അപ്ലൈ ചെയ്യുവാണ്. KVL അപ്ലൈ ചെയ്യാൻ നേരത്തെ ഒരു കാര്യം ഓർത്തോണേ, KVL ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനാണെന്ന് ഇരിക്കട്ടെ.
ഇതെന്താണ് എൻ്റെ VGS, ഇതെൻ്റെ VGD. അപ്പം ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് നോക്കി ഇതെടുത്ത് ഇങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിനുള്ള VGS പ്ലസ് എടുത്ത്, ഓക്കെ അല്ലേ, VGS പ്ലസ് എടുത്ത്. അപ്പോൾ അവിടെ നിന്ന് VGS ഇങ്ങനെ വന്നത് ആ VDSയിലൂടെ കിടക്കുന്നത്. ഇതിലേ പോയപ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചല്ലേ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടുള്ളതിനെ പ്ലസ് എടുത്ത്. ഇനി കണ്ടോ പ്ലസ് ആണ് എടുത്തേക്കുന്നത്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് വന്നു, പക്ഷേ ഇതിനകത്തൂടെ എങ്ങനെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, -VDS എടുക്കണം. ഇനി അടുത്ത നോക്കിയേ, അടുത്തത് ഇങ്ങനെ ലൂപ്പ് വരുമ്പോൾ വീണ്ടും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവാണ്, അവിടെ മൈനസ് എടുക്കണം, VGD = 0 എന്ന് എടുക്കണം. അതായത് എൻ്റെ VGS = എന്താണ്, VGS = എന്താ, VDS പ്ലസ് VDS പ്ലസ് VGD. മനസ്സിലായോ ഈ ഇക്വേഷൻ? ഇനി KVL എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളവർ ഇതൊന്ന് കാണാതെ പഠിച്ചാലും മതി. അത് ഓർക്കാൻ വേണ്ടി ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? ഇപ്പം ശരിക്കും നമ്മുടെ ഏതാണ് പറയുന്നത്, മോസ്ഫെറ്റിനകത്ത് നമ്മൾ എടുക്കുമ്പോൾ ഗെയിൻ ഉണ്ട്, ഗേറ്റ് ഉണ്ട്, സോഴ്സ് ഉണ്ട്, ഡ്രെയിൻ ഉണ്ട്. എപ്പോഴും ഈ ഒരു വോൾട്ടേജ് പുലിയാണെന്ന് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ VGS അല്ലേ പുലി. ഒരു കാര്യം നോക്കണം, N ചാനൽ FETയുടെ മുഴുവൻ ഓപ്പറേഷനും നമ്മൾ പഠിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, VGS പഠിച്ചിട്ടല്ലേ. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ രണ്ടിൻ്റെ സമ്മാണെന്ന് ഓർത്താൽ മതി. അപ്പോൾ എപ്പോഴും ഓർത്തോണം VGS = പിന്നെന്താ പറയുന്നത്, അടുത്ത VGD പ്ലസ് അടുത്ത ഇതെന്താണ് VDS. ഓക്കെ അല്ലേ? ആ ഇക്വേഷൻ ഓർത്തിരിക്കാൻ വേണ്ടി KVL ഒക്കെ എടുത്തിട്ട് പരീക്ഷയുടെ തലേന്ന് നമുക്ക് എന്താണ് പറയുന്നത്, തെറ്റിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. ഞാനിവിടെ വരച്ചെന്താണ്, ഇത് ഗേറ്റാണ്, സോഴ്സാണ്, ഡ്രെയിനാണ്. ഇങ്ങനെ എടുത്തു പോകുന്നു എന്ന് ആലോചിച്ചാൽ മതി. അതായത് എന്താണ്, ഇതാണ് നമ്മുടെ പുലി സാധനം. VGS = ഇങ്ങനെ എടുത്തു പോകുമ്പോൾ എന്താ, VGD പ്ലസ് ഇങ്ങനെ എടുത്തു പോകുന്നു VDS. ഓക്കെ അല്ലേ? ഈ ഒരു ഇക്വേഷൻ എഴുതിയേക്കുക. ഇനി നമ്മൾ എഴുതാൻ പോകുന്ന കേസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇനി ഞാനൊരു കേസ് എഴുതാൻ പോവാണ്. ഈ ഇക്വേഷനകത്ത് നിന്ന് ഒരു കേസ് 1, VGD = VGS മൈനസ് VDS ആണ്. ഇപ്പം നിങ്ങൾക്കൊരു കാര്യം ഉണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് ഈ ഇക്വേഷനിൽ ഞാൻ VGD എടുക്കുന്നത്? എല്ലാം പഠിച്ചു കഴിയുമ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഈ VGD എന്ന് പറയുന്ന ജംഗ്ഷനിൽ ഇപ്പോൾ ഒരു പിഞ്ച് ഓഫ് എന്ന് പറയുന്ന ഒരു പരിപാടി അതായത് ഈ പറയുന്ന എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റിൻ്റെ വർക്കിങ്ങിൽ ഇവിടാണ് ഒരു പിഞ്ച് ഓഫ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എപ്പോഴും ഇവിടുത്തെ പ്രത്യേകതയല്ലേ ഞാൻ പറയാൻ പോകുന്നത്, അതുകൊണ്ട് അത് = എന്ന് ഓർത്താൽ മതി. മനസ്സിലായില്ലേ? വർക്കിംഗ് കൺസ്ട്രക്ഷനിൽ ഓർത്തിരിക്കുക എളുപ്പമാണ്. നമ്മുടെ ശരിക്കും എന്താണ് പറയുന്നത്, മോസ്ഫെറ്റ് വരയ്ക്കുക, ഇത് ഗേറ്റാണ്, സോഴ്സാണ്, ഡ്രെയിനാണ്. ഇതാണ് മെയിൻ സാധനം. VGS = ബാക്കി ഇങ്ങോട്ട് എടുക്കണമെന്ന് ആലോചിച്ചാൽ മതി, GDയും DS എടുത്താൽ മതി. ഇനി ഞാൻ വർക്കിംഗ് പറയാൻ നേരത്ത് ഈ പറയുന്ന GDയിലാണ് എൻ്റെ ഒരു പിഞ്ചോ, ഈ GDയുടെ ഒരു പ്രത്യേകതയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് എപ്പോഴും ഈ ഇക്വേഷനിൽ നിന്ന് GD എഴുതണമെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ എനിക്ക് എൻ്റെ VGD എന്ന് പറയുന്നത് കിട്ടി. ഇനി എൻ്റെ കേസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ VDS = 0 കൊടുത്തെന്നിരിക്കട്ടെ. VDS = 0 കൊടുക്കുമ്പോൾ എന്താ, VGD = VGS ആണ്. അതായത് ശരിക്കും എൻ്റെ P സബ്സ്ട്രേറ്റിൽ ഇങ്ങനെയാണ്. ഇനി വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ചോണം. ഓക്കെ, എന്താണ് പറയുന്നത്, ഗേറ്റാണ്, ഡ്രെയിനാണ്, സോഴ്സാണ്. ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പോൾ അല്ല, നമ്മളെപ്പോഴും എഴുതുന്ന സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് എന്നല്ലേ. അപ്പോൾ സോഴ്സാണ്, ഡ്രെയിനാണ് എപ്പോഴും ഔട്ട്പുട്ട് എടുക്കുന്നത്, ID ഔട്ട്പുട്ട് കറണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഒരു കാര്യം, VDS = 0 എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ എനിക്ക് എന്തായി, VDS = 0 എന്ന് പറയുന്ന കണ്ടീഷനിൽ VGDയും VGSും ഇത് രണ്ട് സെയിം ആണ്. അതായത് VGSും VDSും ഒന്നാണ്. അതായത് എൻ്റെ N ചാനൽ P ചാനൽ, അതായത് എൻ്റെ ഏത് P ഇവിടെ ഇതെന്താണ്, ഇതൊരു Pയും ഇതൊരു N ആണ്. ഇവിടുത്തെ P അതായത് ഈ വോൾട്ടേജും അതായത് എല്ലാ സൈഡിലും എനിക്കെന്താ, ഒരേ ബയാസിങ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് കിട്ടുന്ന എൻ്റെ ചാനൽ, എൻ്റെ ഡിപ്ലീഷൻ ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ
യൂണിഫോം ആയിരിക്കും. ഡിപ്ലീഷൻ ലെയറിൻ്റെ വിട്ട് എന്താണ്? വിട്ട് യൂണിഫോം ആയിരിക്കും. യൂണിഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഈ ചാനൽ എന്താണ്? യൂണിഫോം ആയിരിക്കും എന്ന് വേണേൽ പറയാം. എനിക്കൊരു യൂണിഫോം ചാനലാണ് കിട്ടുന്നത്. ഇനി കേസ് 2-ൽ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഈ VDS കൂട്ടുവാണ്. VDS ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാം. അപ്പോൾ ആ ഇക്വേഷൻ എന്താ? VGD = VGS മൈനസ് VDS ആണ്. ഞാൻ എന്താണ് ചെയ്യുന്നത്? എൻ്റെ VDS കൂടുവാണ്. VDS ഗ്രേറ്റർ ദാൻ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? VDS ഞാൻ കൂട്ടുകയാണ്. VDS ഇവിടെ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? VDS കൂടി എന്താ സംഭവിക്കുന്നത്? നോക്കിയേ, ഇവിടെ ഒരു നെഗറ്റീവ് സാധനമാണ് കൂടുന്നത്. അപ്പം VGD എന്ത് പറ്റും? VGD കുറയും. അപ്പം VGD കുറയും. ഇനി ഒരു കാര്യം ഓർത്തേ, VGD എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? VG മൈനസ് VD എന്ന് പറയാം. VGD കുറയുക, അതായത് ഈ സാധനം കുറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്? കൂടണം. VDS കൂടണം. ദാറ്റ് മീൻസ് VD കൂടണം. അതായത് VD മോർ പോസിറ്റീവ് ആക്കണം. മനസ്സിലായില്ലേ? VD മോർ പോസിറ്റീവ്. അതായത് ആലോചിച്ച്, ഇവിടെ മോർ പോസിറ്റീവാണ്. നമ്മുടെ ആ പടം ഒന്ന് നോക്കിക്കേ. ഒരു P സബ്സ്ട്രേറ്റിൽ ഞാൻ ഇങ്ങനൊരു N ചാനൽ ഇങ്ങനെ എടുത്തേക്കുവാണ്. ഡിപ്ലീഷൻ ലെയർ ഇങ്ങനുണ്ട്. ഓക്കെ അല്ലേ? ഡിപ്ലീഷൻ ലെയർ ഇങ്ങനുണ്ട്. ഇവിടെ എന്നാണ്, ഇവിടെ എന്നാണ്. ഞാൻ VDS കൂട്ടിയപ്പോഴത്തേന് എനിക്ക് എന്താ സംഭവിക്കുന്നത്? VD മോർ പോസിറ്റീവ് ആണ്. VD എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡ്രെയിൻ വോൾട്ടേജ് ആണ്. ഡ്രെയിൻ എവിടെ കിടക്കുന്നത്? N-ലാണ്. ഇത് മോർ പോസിറ്റീവ്. N മോർ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രെയിൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആകുക എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. എന്താണ്? ND റിവേഴ്സ് ബയാസ് ആകുവാണ്. റിവേഴ്സ് ബയാസ് ആകുമ്പം ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. റിവേഴ്സ് ബയാസ് മുമ്പത്തെ കേസിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ വോൾട്ടേജ് സെയിം ആണ്. അപ്പം എൻ്റെ എല്ലാ NPയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ യൂണിഫോം ആയിട്ടിരിക്കുവാണ്. പക്ഷെ റിവേഴ്സ് ബയാസിൽ ഡിപ്ലീഷൻ എന്ത് സംഭവിക്കുന്നതാ പറഞ്ഞേ? ഡിപ്ലീഷൻ ലെയറിൻ്റെ വിട്ട് കൂടും. അപ്പം നമ്മൾ എഴുതണം VDS ഒരുപാട് കൂട്ടുമ്പോഴത്തേന് എൻ്റെ എന്താണ്? ഈ VD എന്ന് പറയുന്നത് മോർ പോസിറ്റീവ് ആകും. അത് ഈ പേരിൽ തന്നെ നോക്കാം. കണ്ടില്ലേ? VDS കൂട്ടുക എന്ന് വെച്ചാൽ D സൈഡ് മോർ പോസിറ്റീവ് ആണ്. എന്നുവെച്ചാൽ ഈ സൈഡ് എന്താണ്? ഈ സൈഡ് റിവേഴ്സ് ബയാസ് ആവും. റിവേഴ്സ് ബയാസിലെ ഡിപ്ലീഷൻ നമ്മളിങ്ങനെ ചെറുതായിട്ട് വരച്ചാൽ മതിയോ? റിവേഴ്സ് ബയാസിൽ എന്താണ്? ഡിപ്ലീഷൻ ഇങ്ങനെ കൂടും. മനസ്സിലായില്ലേ? അപ്പോൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കണം. മനസ്സിലായോ? ഇവിടെ എന്താണ്? ഡിപ്ലീഷൻ കൂടി. ഡിപ്ലീഷൻ കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, ഇതാണ് എൻ്റെ ചാനൽ. ഡിപ്ലീഷൻ കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ വിട്ട് എന്താണ്? കുറയും. അതായത് ഞാൻ VDS കൂട്ടി കുറേ പോവുകയാണെങ്കിൽ ഇതിങ്ങനെ കയറിയിട്ട് എന്താണ് പറയുന്നത്? ഇതിങ്ങനെ ക്ലോസ് ആവും, സ്റ്റോപ്പ് ആവും. അതായത് എന്താണെന്ന് അറിയാവോ? കറണ്ട് ഫ്ലോ സ്റ്റോപ്പ് ആവും. കറണ്ട് ഫ്ലോ സ്റ്റോപ്പ് ആവുമെന്നല്ല, ആക്ച്വലി ഇതിങ്ങനെ പോയിട്ട് എന്താണ്? ചാനൽ അവിടെ ബ്ലോക്ക് ആവും. അതിനെ പറയുന്ന പേരാണ് പിഞ്ച് ഓഫ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ഓർത്താൽ മതി. ഈ കേസ് 2 ആണ്. VDS കൂട്ടുമ്പോഴത്തേന് എന്താണ്? VGD കുറയും. VGD കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ VD കൂടുമെന്നാണ്. അതായത് ഈ സൈഡ് മോർ പോസിറ്റീവ് ആവുമെന്നാണ്. ഈ സൈഡ് മോർ പോസിറ്റീവ് എന്ന് വെച്ചാൽ ഡ്രെയിൻ റിവേഴ്സ് ബയാസ് ആവുന്നത്. റിവേഴ്സ് ബയാസിൽ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിട്ട് കൂടും. അപ്പോൾ എന്താണ്? ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതല്ലേ? അപ്പോൾ ഇവിടെ കൂടി അതായത് ആദ്യമേ VDS കൂട്ടുന്തോറും ഇത് കൂടി വന്നിട്ട് ഈ ചാനലിനെ ഡിപ്ലീഷൻ ലെയർ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യും. ആ പറയുന്ന കണ്ടീഷനാണ് പിഞ്ച് ഓഫ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ VDS = എന്താ? VDS = VGS മൈനസ് VGD ആണ്. ഡൗട്ടൊന്നുമില്ലല്ലോ? ഈ ഞാൻ എന്താണ് ചെയ്തത്? VGD ആണ് ഞാനിവിടെ എടുത്ത ഇക്വേഷൻ എന്താ? VGD ആണ്. എപ്പോഴും ഓർക്കണം. കാരണം എന്താ? ഗേറ്റാണ്, സോഴ്സാണ്. ഇതിൻ്റെ വോൾട്ടേജ് ആണ് എടുത്തത്. അത് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് VGD. ഞാൻ VGD ഇവിടെ എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്? VGD കുറയുന്നു എന്നാണ്. VGD കുറഞ്ഞ് പോയിന്റ് പിഞ്ച് ഓഫ് വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ അവിടെ എന്തുണ്ടാവും? VGS മൈനസ് VT എന്ന് വേണേൽ എഴുതാം. ഇതാണ് പിഞ്ച് ഓഫിൻ്റെ കണ്ടീഷൻ എന്ന് വേണേൽ പറയാം. ഇവിടെ എന്ത് നടക്കുമെന്നാണ് പറഞ്ഞത്? ശരിക്കും കറണ്ട് സ്റ്റോപ്പ് ആവുന്നല്ല,
കോൺസ്റ്റൻറ്റ് കറണ്ട് ഉണ്ടാകും. കോൺസ്റ്റൻറ്റ് കറണ്ട് ഐ ഡി ഫ്ലോ ചെയ്യും. ഇത്രയേ ഉള്ളൂ മോസ്ഫെറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളല്ലേ? ഒരു കാര്യം ഓർത്തോണം, ഞാൻ എപ്പോഴും എന്താണ് VGD വെച്ചിട്ടാണ് കേസിൻ്റെ ഇക്വേഷൻ എഴുതുന്നത്. നിങ്ങളിത് ഒറ്റയടിക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കാര്യം ഓർത്തോണം. നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ എന്താ? ഞാൻ ഇങ്ങനെ എഴുതുവാണെങ്കിൽ G എഴുതി, S എഴുതി, ഡ്രെയിൻ എഴുതി. ഇതാണ് പുലി. അപ്പം VGS ഈക്വൽ ടു എന്താ? പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ കറക്കണമെന്ന് ആലോചിച്ചാൽ മതി. VGD പ്ലസ് കണ്ടോ, കറക്കുമ്പോൾ GD DS VDS. ഇനി ഞാൻ ആദ്യമേ പറയാൻ പോകുന്ന കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് എൻ്റെ N ചാനൽ വെച്ചേക്കുന്നത്. N ചാനൽ ഇങ്ങനെ ഉണ്ട്. ഓക്കെ, ചാനലൊക്കെ വരയ്ക്കാൻ മറന്നുപോയല്ലോ. N വരയ്ക്കാൻ നേരത്തെ ഒരു കാര്യം ഓർക്കണം, ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു ഇതാണ് എൻ്റെ നടുക്ക് ഗേറ്റ്, ഇത് സോഴ്സ്, ഇത് ഡ്രെയിന്. എപ്പോഴും നമ്മൾ കേസ് പറയുമ്പോൾ VGD ഇക്വേഷനാണ് എടുക്കേണ്ടത്. കാരണം എന്താ? ഈ സൈഡിലാണ് പിഞ്ച് ഓഫ് ഉണ്ടാകുന്ന ആലോചിച്ചാൽ മതി. അതുകൊണ്ട് കേസ് 1 ഞാൻ പറയുന്നത് എന്താണ്? ഇതിനകത്ത് നിന്ന് VGD എടുക്കണം. VGD എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് പറഞ്ഞൂടെ എന്ന് പറയും, വേണേൽ പറയാം. പക്ഷെ നമ്മൾ എല്ലാ പിഞ്ച് ഓഫ് വോൾട്ടേജും എല്ലാം പറയുന്നത് എവിടെ? പിഞ്ച് ഓഫ് വോൾട്ടേജ് എല്ലാം GDയുടെ ഇതിലാണ് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യണം? GD വെച്ചിട്ട് വേണം പറയാൻ ആദ്യം. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് VGD എന്താ? VGS മൈനസ് VDS എന്ന് എഴുതി. ഇനി ഞാൻ ആദ്യത്തെ കേസ് എന്താ? VDS 0 ആക്കുവാണ്. VDS 0 ആക്കുമ്പോൾ VGD ഈക്വൽ ടു VGS ആണ്. അതായത് ഒന്ന് നോക്കിക്കേ, VGSും ഇതുണ്ട്, VGD VGS. ഇവിടുത്തെ എല്ലാ വോൾട്ടേജ് സെയിം ആണ്. എല്ലാ വോൾട്ടേജും സെയിം ആയതുകൊണ്ട് അവിടെ എന്താണ് പറയുന്നത്? യൂണിഫോം ആയിട്ടായിരിക്കും നമ്മുടെ ഈ ഡിപ്ലീഷൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അതായത് സിംപ്ലി പറഞ്ഞാൽ ചാനൽ യൂണിഫോം ആയിരിക്കും. ഇനി ഞാൻ സംഭവിക്കുന്നത് എന്താ? കേസ് 2ൽ ഞാൻ എൻ്റെ VDS വളരെ കൂട്ടുവാണ്. പിഞ്ച് ഓഫ് വോൾട്ടേജ് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. VDS കൂട്ടുമ്പോൾ എന്താ പറ്റുന്നത്? VGD ഈക്വൽ ടു VGS മൈനസ് VDS എന്നാണ്. ഇത് വളരെ കൂട്ടുമ്പോഴത്തേന് എൻ്റെ VGD എന്താണ്? കുറയാം. VGD കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? VG മൈനസ് VD. അതാണ് ശരിക്കും എന്താ? VGD എന്ന് വെച്ച് കഴിഞ്ഞാൽ VG മൈനസ് VD. ഇവിടെ എന്താ സംഭവിക്കുന്നത്? VGD കുറയണമെങ്കിൽ VD എന്ന് പറയുന്നത് കൂടണം. അതായത് VD പോസിറ്റീവ് ആയിരിക്കണം. ഇവിടെ ഒന്ന് നോക്കിക്കേ, ഇത് മോർ പോസിറ്റീവ് ആയിരിക്കണം. അതായത് ഇത് N ആണ്, മനസ്സിലാക്കണം. ഇത് N ചാനലാണ്. N വെല്ലായിരുന്നു രണ്ടും. Nൽ മോർ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് എന്താ? റിവേഴ്സ് ബയാസ്ഡ് ആയി. റിവേഴ്സ് ബയാസ്ഡ് ആകുമ്പോൾ അവിടുത്തെ ഡിപ്ലീഷൻ എന്താ? കൂടി വരും. മനസ്സിലായില്ലേ? കൂടി ഇങ്ങനെ വരയ്ക്കണം. അടുത്ത പടം കാണിക്കണം. അപ്പോൾ ഇനി എന്താണ് ചെയ്യുന്നത്? ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ VDSനെ പിന്നെ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേന് എന്ത് പറ്റും? ആദ്യമേ ഇരുന്ന ചാനൽ ഇങ്ങനെ യൂണിഫോം ആയിരുന്നു. ഓക്കെ, കൂട്ടുന്തോറും ഈ ചാനൽ കുറഞ്ഞു വരും. കുറഞ്ഞ് അറ്റേ പോയിന്റ് ഇവിടെ മേളിൽ കൂട്ടിമുട്ടിയിട്ട് ചാനൽ ഇല്ലാതാവും. അതിനെ പറയുന്ന പേരാണ് പിഞ്ച് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ പിഞ്ച് ഓഫിൻ്റെ കണ്ടീഷൻ പറയുമ്പോൾ എപ്പോഴും നമ്മൾ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ VDS ഈക്വൽ ടു എന്താണ്? VGS മൈനസ് VGD. ഞാൻ എപ്പോഴും നോക്കണം, രണ്ടാമത്തെ കണ്ടീഷനിൽ ഞാൻ VGD വെച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഈ VGD എന്ന് പറയുന്നത് VT ആകുമ്പോഴത്തേനാണ് എന്ത് സംഭവിക്കുന്നത്? പിഞ്ച് ഓഫ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷനിൽ കോൺസ്റ്റൻ്റ് ID ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് പഠിക്കണം? ഇനി അതിൻ്റെ ഒരു ഡ്രെയിൻ ക്യാരയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് അതിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ എഴുതാം. G ആണ്, S ആണ്, D ആണ്. അപ്പോൾ ഔട്ട്പുട്ടിലെ വോൾട്ടേജ് എന്താ? VDS. ഔട്ട്പുട്ടിലെ കറണ്ട് എന്താ? ID. മനസ്സിലായോ? അപ്പോൾ ക്യാര വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? പഠിച്ചാൽ മതി, ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ അല്ലേ? ഈ ഒരു റീജിയനെ നമ്മൾ ട്രയോഡ് റീജിയൻ എന്നാണ് പറയുന്നത്. അടുത്ത ശരിക്കും ഇത്ര എഴുതുക. ശരിക്കും ഈ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ VDS സാറ്റ് എന്ന് പറയാം. ഇതിനെ നമ്മൾ പറയുന്നത് സാച്ചുറേഷൻ റീജിയൻ എന്നാണ്. ഇത് ശരിക്കും കട്ട് ഓഫ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു റീജിയൻ കണ്ടോ, വിയും ഐയും വേരി ചെയ്യുന്നുണ്ട്. നോക്കിയേ, വിയും ഐയും വേരി ചെയ്യുകയാണ്. ഇവിടെ എന്താണ്? V is proportional to I എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. V proportional to I എന്ന് വെച്ച് കഴിഞ്ഞാൽ V is equal to IR. അതായത് വിയും ഐയും മാറുമ്പോഴത്തേന് ആ പേരിൽ നിന്ന് തന്നെ അറിയാം. ഇതിനെ നമ്മൾ വേറൊരു പേരുകൂടി വിളിക്കും,
ഓമിക് റീജിയൻ എന്നും വിളിക്കലുണ്ട്. കാരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് V പ്രൊപ്പോർഷണൽ ടു I ആണ്. അവിടുന്നാണ് V = IR. റെസിസ്റ്റൻസ് വരുന്നതുകൊണ്ടാണ് ഈ ഓമിക് എന്ന് പറയുന്നത്. ഇതിനെ പറയുന്നത് വരുന്നത് ഓമിക് റീജിയൻ എന്ന്. ഈ ഓമിക് റീജിയൻ്റെ ഒരു കണ്ടീഷൻ എഴുതണം, VDS എന്ന് വെച്ച് കഴിഞ്ഞാൽ VGS - VT. ഇനി വേറൊരു കാര്യമുണ്ട്, നമ്മുടെ പിഞ്ച് ഓഫ് വോൾട്ടേജിൽ ശരിക്കും ഞാൻ ഒരു ഇക്വേഷൻ എഴുതി VDS = VGS - VT എന്ന്. പിഞ്ച് ഓഫ് ഉണ്ടാകാനുള്ള കണ്ടീഷൻ പറയണതിൽ എന്ത് എഴുതണം, ഇത് ഗ്രേറ്റർ ദാൻ എഴുതണം. അതായത് VDS ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ് VGS - VT. ഇത് ഉണ്ടല്ലോ, നോക്കിക്കേ, ഇവിടുത്തെ കറണ്ട് എന്താണ് നോക്കി, ഇതല്ലേ കറണ്ട് I ഇവിടെ എന്താണ്, ഐക്ക് മാറ്റമൊന്നുമില്ല, I കോൺസ്റ്റൻ്റാ. I കോൺസ്റ്റൻ്റ് ആകാനുള്ള കണ്ടീഷനാണ് VDS ഗ്രേറ്റർ ദാൻ VGS - VT. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ ക്യാരാന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണെന്ന് നോക്കിയിട്ട്, ഡിപ്ലീഷൻ മോസ്ഫെറ്റ്. ഡിപ്ലീഷൻ മോസ്ഫെറ്റിൻ്റെ കൺസ്ട്രക്ഷൻ വരച്ചാൽ നമുക്കൊരു P സബ്സ്ട്രേറ്റ് ഉണ്ട്. P സബ്സ്ട്രേറ്റിനകത്ത് 2 N വെല്ല് വെച്ചു. അതുപോലെ തന്നെ ഒരു N ചാനലും നമ്മൾ വെച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ ഡിപ്ലീഷൻ ഇങ്ങനെയുണ്ട്. അപ്പോൾ എന്താണ് നമ്മളെടുത്ത്, P സബ്സ്ട്രേറ്റ് എടുത്തു, അതുപോലെ തന്നെ എന്തെടുത്തു, P സബ്സ്ട്രേറ്റ് എടുത്തിട്ട് N വെല്ല് നമ്മൾ 2 എടുത്തു. ഇനി എന്താണുള്ളത്, ഒരു N ചാനൽ നമ്മൾ തന്നെ അവിടെ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ എന്ന് നോക്കി, ഇത് ഡിപ്ലീഷൻ മോസ്ഫെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ ഈസ് ഡിപ്ലീറ്റഡ് ബിറ്റ്വീൻ 2 N വെൽ. ഞാനത് ഡിപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുവാ. മറ്റേ എങ്ങനെയാണ്, മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ 2 N പിടിച്ചിട്ട് ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പം പോസിറ്റീവിലോട്ട് N എല്ലാം വന്നിട്ട് അത് എൻഹാൻസ് ചെയ്തുണ്ടാകുന്നതാണ്. ഇവിടെ ഓൾറെഡി ചാനൽ പ്രസൻറ്റ്. അപ്പോൾ എഴുതണം 2 N വെല്ലും ഒരു N ചാനൽ ഒരു P സബ്സ്ട്രേറ്റ് കൂടി വെച്ചിട്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, ഡിപ്ലീഷൻ മോസ്ഫെറ്റ് ഉണ്ടാകുന്നത്. ഇനി അതിൻ്റെ വർക്കിംഗ്, എല്ലാവരും FET പഠിച്ചതല്ലേ? FETയുടെ വർക്കിംഗ് എല്ലാവർക്കും അറിയാമല്ലോ. FETയിലെ വർക്കിംഗ് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്, ഒരു N ചാനൽ FETയുടെ ആണ് കേട്ടോ. N ചാനൽ ഇവിടെ നോക്കിയാൽ N ചാനലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. N ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, N എടുത്തിട്ട് 2 Pനെ നമ്മളിങ്ങനെ വെക്കുവാണ്. ക്ലാസ് പഠിക്കാത്തവർക്കായിട്ട് ഇങ്ങനെ വരച്ചാൽ ഇരുന്നുണ്ട്. ക്ലാസ് പഠിക്കാത്തവർക്കായിട്ട് ഞാൻ പറയാം, ഇവിടെ ഇങ്ങനെ എടുക്കുന്നു, P എടുക്കുന്നു, ഇവിടെ ഇങ്ങനെ P എടുക്കുന്നു. ഇനി നമ്മൾ എന്തെടുക്കുന്നത്, VGS = 0 എന്ന് പറയുന്നൊരു കണ്ടീഷനിൽ, അല്ലെങ്കിൽ നമ്മളൊരു VGS ഇങ്ങനെ കണക്ട് ചെയ്തു. നമ്മൾ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം പറയേണ്ടത് എന്താണ്, ഇനി എൻ്റെ FETയുടെ ക്ലാസ് ഉണ്ടല്ലോ, FETയുടെ ക്ലാസ്സിൽ ഞാൻ എന്തു പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ P ചാനലിൻ്റെ വർക്കിംഗ് പറയാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. P സബ്സ്ട്രേറ്റ് എടുത്തു, എല്ലാം ഇങ്ങനെ ഉണ്ട്. ഓക്കെ, 2 N ഉണ്ട്. ഇനി ഒരു കാര്യം ഓർക്കണം, ഇത് ഗേറ്റാണ്, സോഴ്സാണ്, ഡ്രെയിനാണ്. ഇനി ഇതാ ഇവിടെ ഇങ്ങനെ പിഞ്ച് ഓഫ് നടക്കും. ഇവിടെ ഇങ്ങനെ പിഞ്ച് ഓഫ് നടക്കണേൽ ഞാൻ പറഞ്ഞില്ല, ഈ പടം വരച്ചു, എന്നിട്ട് നമ്മൾ FET പഠിച്ച സെയിം കാര്യം എഴുതി വെച്ചാൽ മതി. ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ VGS കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടാണ് ഗേറ്റ് വരുന്നത്, ഇവിടാണ് സോഴ്സ് വരുന്നത്, VGS ഇവിടാണ് ഡ്രെയിൻ വരുന്നത്. ഓർമ്മയുണ്ടോ? JFETൻ്റെ ഓർത്തോണം, N ചാനലാണ്, അതുകൊണ്ട് 2 P വെക്കുവാണ്. ഓക്കെ അല്ലേ? ഇതാണ് എൻ്റെ ഡ്രെയിന്, ഇതാണ് എൻ്റെ സോഴ്സ്, ഇതാണ് എൻ്റെ ഗേറ്റ്. അപ്പം ഞാൻ VGS ആദ്യമേ 0 വെക്കുവാണ്. VGS 0 വെക്കുവാണ്, ഈ ഒരു സൈഡ് നോക്കിയേ. അതുപോലെ തന്നെ VDS എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണക്ട് ചെയ്തേക്കുവാണ്. ഇതാണ് എൻ്റെ VDS എന്ന് വെച്ച് കഴിഞ്ഞാൽ. VGS 0 ആണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, എൻ്റെ P ടൈപ്പ് 0യിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. പക്ഷേ DS എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എൻ്റെ N ടൈപ്പ് എന്താ, പോസിറ്റീവിലാണ്. N പോസിറ്റീവും P നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ബയാസാണ് വരുന്നത്, മനസ്സിലായില്ലേ? എൻ്റെ VGS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 0യിൽ വെച്ചേക്കുവാണ്. അതുപോലെ ഡ്രെയിൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, പോസിറ്റീവ് വെച്ചേക്കുവാണ്. ദാറ്റ് മീൻസ് ഡ്രെയിൻ കണക്ട് ചെയ്തേക്കുന്നത് Nലാണ്. N പോസിറ്റീവും P 0 ആണ്. അല്ലെ VGS കുറയ്ക്കുക, VGS നെഗറ്റീവ് ആക്കുക. P എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവിലേക്കും, ഈ പറയുന്ന P നെഗറ്റീവ് സൈഡും N ചാനൽ ഞാൻ പോസിറ്റീവുമാണ്. P നെഗറ്റീവ് N പോസിറ്റീവ് എന്ന് വെച്ചാൽ റിവേഴ്സ് ബയാസ്ഡാണ്. അപ്പോൾ ഇത് റിവേഴ്സ് ബയാസാണ്. ഇനി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ ഇങ്ങനെ എന്താണ് പറയുന്നത്, 2 P ചാനൽ വെച്ചേക്കുവാണ്. ഓക്കെ, ഇവിടെ ശരിക്കും വെച്ച് കഴിഞ്ഞാൽ VDS എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, VDS അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് അക്രോസ് അല്ല VDS അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
റെസിസ്റ്റൻസ് റീജിയനാണ്. അപ്പോൾ ആ റീജിയനെ ഞാൻ ഇങ്ങോട്ടൊരു സീരീസ് റെസിസ്റ്റൻസ് ആയിട്ട് വരയ്ക്കുവാണ്. ഇതിന് അക്രോസ് ഒരു VDS ഞാൻ 4 വോൾട്ട് അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഇതിന് അക്രോസ് 4 വോൾട്ടാണ്. ഇത് ഈക്വൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടെ 1 വോൾട്ട് ആയിരിക്കും, ഇവിടെ 2 വോൾട്ട് ആയിരിക്കും, ഇവിടെ 3 വോൾട്ട് ആയിരിക്കും, ഇവിടെ 4 വോൾട്ട് ആയിരിക്കും. കാരണം ഇതിന് അക്രോസ് 4 വോൾട്ടാണ്. അതായത് മേളിലോട്ട് പോകുന്തോറും വോൾട്ടേജ് കൂടുവാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേളിലോട്ട് പോകുന്തോറും റിവേഴ്സ് ബയാസ് കൂടിക്കൊണ്ടിരിക്കുവാണ്. റിവേഴ്സ് ബയാസ് കൂടുമ്പോഴത്തേന് എന്താണ് പറ്റുന്നത്? അവിടുത്തെ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിട്ട് കൂടും. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് പറഞ്ഞത്? നമ്മൾ ഇത് ജെഫെറ്റിൻ്റെ ആണ് പറഞ്ഞത് കേട്ടോ. ഇതാണ് എൻ്റെ N ചാനലാണ്. അപ്പം മേളിലോട്ട് പോകുന്തോറും ഡിപ്ലീഷൻ ഇങ്ങനെ കൂടും. അങ്ങനെ എൻ്റെ VDS കൂട്ടി വരുമ്പോൾ ഒരു സ്ഥലത്ത് ഇത് നിർത്തും, സ്റ്റോപ്പാവും. അതിനെ പറയുന്ന പേരാണ് പിഞ്ച് ഓഫ്. ഇതാണല്ലോ നമ്മൾ ജെഫെറ്റി പഠിച്ച അതേ സാധനം ഈ പടം വരച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ആദ്യമേ കൊടുക്കേണ്ട വേണമുണ്ടല്ലോ, ഇത് വരച്ചു എൻ്റെ ബുക്കിൻ്റെ സൈഡിൽ ഈ പടം വരച്ചിട്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇതേപടി എഴുതിയാൽ ഈ പറയുന്ന എന്താണ് ജെഫെറ്റ് എൻഹാൻസ്മെൻറ്റ് ഡിപ്ലീഷൻ മോസ്ഫെറ്റിന് സെയിം ആവും. ഇവിടെ എന്താണ് ഇങ്ങനെ ഇരിക്കുവാണ്. ഇതാണ് എൻ്റെ ഗേറ്റ്, ഇതെൻ്റെ ഡ്രെയിന്, ഇതെൻ്റെ സോഴ്സ്. ആദ്യമേ ഇങ്ങനാണ്. ഞാൻ ആദ്യമേ എന്താ എൻഹാൻസ്മെൻറ്റിൽ പറഞ്ഞത്? എൻ്റെ VGS 0 ആണ്. എന്നിട്ട് ഞാനൊരു VDS അപ്ലൈ ചെയ്തു. അപ്പോൾ VDS അപ്ലൈ ചെയ്തപ്പോഴത്തേന് എന്താണ് എനിക്ക് തോന്നുന്നത്? ഇത് P ആണ്, ഇത് N ആണ്, N ചാനലാണ്. ഇവിടെ എന്താണ് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി ഇപ്പോൾ ആദ്യമേ പ്രശ്നമൊന്നുമില്ല, യൂണിഫോം ആയിരിക്കും ചാനൽ. ഇനി ഞാൻ എൻ്റെ VDS കൂട്ടുവാണ്. VDS കൂട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ VDS കൂട്ടുമ്പോൾ എന്താണ് പറ്റുന്നത്? ഇത് സെയിം N ചാനലിൻ്റെ അതേപടി എഴുതിയാൽ മതി. VDS ഞാൻ പറ്റും. നിങ്ങൾ എക്സാം എഴുതാൻ നേരത്ത് ഈ പടം വരയ്ക്കുക. ഈ പടം വരച്ചിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ താഴോട്ട് എഴുതി കൊടുത്താൽ മാർക്ക് കിട്ടിക്കോളും. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഞാൻ പറയാൻ പോവാണ്. ഇനി എന്താണ് പറഞ്ഞത്? VDS കൂട്ടുമായിരിക്കട്ടെ. VDS കൂട്ടുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, എന്താണ് പറഞ്ഞത്? അതിൻ്റെ ഈ പറയുന്ന ഈ റീജിയൻ എന്താവും? റിവേഴ്സ് ബയാസ് ആവും. അതായത് എന്താ? GD എന്ന് പറയുന്ന ഏരിയ മനസ്സിലല്ലേ? VGD എന്താണ് പറഞ്ഞത്? VGD ഇവിടെ എന്നാണ് നോക്കുക, പിഞ്ച് ഓഫ് പറഞ്ഞ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ലോജിക്കിൽ എഴുതാൻ പറ്റും. ഈ പറയുന്ന സെയിം കണ്ടീഷന് അതേപടി എഴുതുക. VGS കുറയ്ക്കുമ്പോഴത്തേന് അവിടെ ഈ VGD എന്ന് പറയുന്ന ഈ ചാനൽ, ഈ D എന്ന് പറയുന്ന റിവേഴ്സ് ബയാസ് ആകും. ഈ റിവേഴ്സ് ബയാസ് ആകുമ്പോൾ അവിടുത്തെ ഡിപ്ലീഷൻ കൂടും, അങ്ങനെ പിഞ്ച് ഓഫ് ആകും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് നമുക്ക് ഏത് വെച്ചിട്ട് എഴുതാം? N ചാനൽ ഫെറ്റ് പോലെ തന്നെയാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്. എന്താണ് പറഞ്ഞത്? ഈ പറയുന്ന ഡിപ്ലീഷൻ മോസ്ഫെറ്റിൻ്റെ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മോസ്ഫെറ്റ് എന്ന് പറയുന്നത്.